സങ്കീർത്തനം 3-ാം അധ്യായം നമ്മോട് പറയുന്നു, വിരോധികൾ ചുറ്റും നിൽക്കുന്ന സമയത്തെക്കുറിച്ച്. പുറത്ത് ശബ്ദങ്ങൾ ഉയരുമ്പോൾ ഉള്ളിലെ ശാന്തി തകർന്നു പോകുന്ന നിമിഷങ്ങളെക്കുറിച്ച്. നമ്മെക്കുറിച്ച് പലരും വിധി പറയുമ്പോൾ, നമ്മുടെ ഭാവിയില്ലെന്ന് ചിലർ ചുണ്ടിൽ ചിരിയോടെ പറയുമ്പോൾ, രാത്രിയിൽ കിടക്കയിൽ തിരിഞ്ഞു മറിഞ്ഞു ഉറങ്ങാതെ കിടക്കുന്ന ഹൃദയങ്ങളെക്കുറിച്ച്, അകത്ത് തളർച്ച അടിഞ്ഞുകൂടുമ്പോൾ, ആരും മനസ്സിലാക്കുന്നില്ലെന്നൊരു വേദന വരുമ്പോൾ, നമ്മുടെ ആത്മാവ് പോലും മടുത്തുപോകുന്ന ആ നിശബ്ദ മണിക്കൂറുകളിൽ ഈ നിമിഷം ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവേ, നാം ഇന്ന് രാവ് നിന്റെ സന്നിധിയിൽ ക്ഷീണിച്ചവരായി നിൽക്കുന്നു. നമ്മുടെ മനസ്സുകൾ ഭാരം നിറഞ്ഞിരിക്കുന്നു. ചുറ്റുമുള്ള വാക്കുകൾ നമ്മെ തകർക്കാൻ ശ്രമിക്കുന്നു. ഭയം നമ്മെ പിന്തുടരുന്നു. ഉറക്കം പോലും നമ്മിൽ നിന്ന് അകലുന്നു. എന്നാൽ നാം എല്ലാം നിന്റെ കയ്യിൽ വയ്ക്കുന്നു. നമ്മുടെ ആശങ്കകൾ നിനക്കു സമർപ്പിക്കുന്നു. നമ്മുടെ ഭാവി നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. നമ്മുടെ യുദ്ധങ്ങൾ നിനക്കുള്ളതാണ്. നീ ഞങ്ങളുടെ കവചമാകണമേ. നമ്മുടെ തല ഉയർത്തുന്നവൻ നീയാകണമേ. കുലുങ്ങുന്ന നമ്മുടെ ഹൃദയത്തെ സ്ഥിരമാക്കണമേ. ഭൂമി ചലിച്ചാലും നാം വീഴാതിരിക്കട്ടെ. നിന്റെ സാന്നിധ്യത്തിൽ നാം ഉറച്ചു നിൽക്കട്ടെ. ഞങ്ങൾ നിനക്കുള്ളവരാണ്. നിന്റെ ശബ്ദം ഞങ്ങളെ നയിക്കട്ടെ. ഇരുളിൽ വഴികാട്ടുന്ന വെളിച്ചം നീയാകണമേ. തെറ്റായ ചിന്തകളിൽ നിന്ന് നമ്മെ തിരിച്ചു കൊണ്ടുവരണമേ. ഇപ്പോൾ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കരയാതെ കരയുന്ന നമ്മുടെ ഉള്ളം നീ കേൾക്കണമേ. നിശബ്ദമായ പ്രാർത്ഥനകൾ നീ ശ്രദ്ധിക്കണമേ. ഭയത്തിൻ്റെ നടുവിൽ സമാധാനം തരണമേ. നാളെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ധൈര്യം നൽകണമേ. നിന്റെ അനുഗ്രഹം നമ്മുടെ വീടുകളിൽ നിറയട്ടെ. നമ്മുടെ കുടുംബങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. നമ്മെ ഒന്നായി പ്രാർത്ഥനയിൽ പിടിച്ചു നിർത്തണമേ. ഇപ്പോൾ നാം നിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. നിന്റെ കാവലിൽ ഉറങ്ങുന്നു. നിന്റെ കരുണയിൽ പ്രത്യാശ കണ്ടെത്തുന്നു. യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ